പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും പ്രോഗ്രാം MA ഹിന്ദിയെ ഒന്ന് താരതമ്യം ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ. MA ഹിന്ദി എന്നുള്ളത് നിങ്ങൾക്ക് ഏറെ തൊഴിൽ ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇഗ്നോ കോഴ്സ് എന്നുള്ള വാക്കല്ല, പ്രോഗ്രാം എന്നുള്ള വാക്കിറ്റിയുടെ മാതാവായിട്ടുള്ള ഇഗ്നോ. രാജകുമാരിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, നമുക്കൊരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ. പക്ഷേ പക്വത, അതുപോലെ തന്നെ ലോക പരിചയം, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്ത് ശീലിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഒരു ധാരണയോടുകൂടി ഒരു താരതമ്യം ചെയ്താലാണ് ഏറ്റവും ബഹുഭൂരിപക്ഷം കുട്ടികളും ഇഗ്നോ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒന്ന്, നിലവിലുള്ള ജോലിയുടെ അപ്ലിഫ്റ്റ്മെന്റ്, പ്രൊമോഷന് വേണ്ടി മറ്റുള്ളതൊക്കെ. ചെറുപ്പക്കാർ ഒന്ന് കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഈ വീഡിയോ ലൈവിൽ ഞാൻ വരാൻ കാരണം താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ തരുന്നതായിരിക്കും. യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഈ കൊല്ലം വെച്ച് നോക്കുമ്പോൾ 35.5 ലക്ഷം വിദ്യാർത്ഥിനികൾ അലുമിനി, ഓൾഡ് സ്റ്റുഡന്റ് ആയി ഉള്ള ഒരു അസോസിയേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. കഴിഞ്ഞ സെഷൻ മുതൽ 3 മാസം മുതലുള്ള ഒരു സെഷനിലൂടെ മാത്രമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിന്ദിക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ആദ്യം അഡ്മിഷൻ എടുത്തത് MA മലയാളത്തിലുള്ള സത്യസന്ധമായ ഒരു താരതമ്യ പഠനമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഴ്സ് ഒരാൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 10 കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയണം. ഒന്ന്, അതിൽ ഇരിക്കണമുണ്ട്. ആ പാഠ്യപദ്ധതി എത്രത്തോളം ഉണ്ടോ അതുപോലെ ആ കോഴ്സ് തുടങ്ങുകയും ആ പ്രോഗ്രാം അവസാനിപ്പിക്കുകയും ചെയ്യാൻ കഴിയണം. ആ ടൈം ബൗണ്ടായി പൂർത്തീകരിക്കുക എന്ന് പറയുന്നതില് പ്രീ അഡ്മിഷൻ ആക്ടിവിറ്റീസ്, അഡ്മിഷൻ ആക്ടിവിറ്റീസ്, പോസ്റ്റ് അഡ്മിഷൻ ആക്ടിവിറ്റീസ്, ഈ 3 അവിടെ കൃത്യമായി നമുക്ക് ലഭ്യമാകണം. മാത്രമല്ല അത് ലോകത്തുള്ള അക്സെപ്റ്റൻസിന്റെ, ലോകം അത് സ്വീകരിച്ചത് എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ സ്വീകരിച്ചിട്ടുള്ള ആ യൂണിവേഴ്സിറ്റി നമുക്ക് എത്രത്തോളമാണ് ക്ലാസുകൾ തരുന്നത്, ആ ക്ലാസുകളുടെ പ്രത്യേകതകൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് ക്ലാസുകൾ എന്ന് നമ്മൾ വിലയിരുത്തണം. ആ ക്ലാസുകളോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അത് ഒരു സ്റ്റഡി സെന്ററിൽ പഠിക്കുമ്പോൾ നമുക്ക് ലൈബ്രറി ഫെസിലിറ്റീസും ക്ലാസുകളും എത്രത്തോളം നമുക്ക് ലഭ്യമാണ് എന്നുള്ളത് വിലയിരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ അതിന്റെ പരീക്ഷണം, എഴുത്തു പരീക്ഷയാണോ, ഓൺലൈൻ പരീക്ഷയാണോ, ഓൺലൈനിലെ ക്ലാസ് ആണോ, മൂല്യനിർണ്ണയം എങ്ങനെയൊക്കെയാണ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എങ്ങനെയൊക്കെയാണ്, ഓൾ പെർഫോമൻസ് 100ൽ 90 മാർക്ക് നൽകുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്. ഈ NAC എന്ന് പറയും, നാഷണൽ കിട്ടാൻ 1600 ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങൾ കണ്ടെത്തി ആ ഉത്തരങ്ങൾ അവിടെ വരുന്ന NAC അധികാരികൾക്ക് ബോധ്യമായി അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഇഗ്നോയ്ക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ് NACന്റെ ടോപ്പസ്റ്റ് അവാർഡ് A++ അവാർഡാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇനിയും NACന്റെ പരിശോധനയ്ക്ക് വിധേയമായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് 3.5 മാസമേ ആയിട്ടുള്ളൂ. PSC കിട്ടി ജോലി ചെയ്യുന്നവർ 5 പേർ പോലും ഇല്ല. എല്ലാം കോൺട്രാക്ട് വ്യവസ്ഥിതിയിലാണ് വന്നിരിക്കുന്നത്. കോൺട്രാക്ട് വ്യവസ്ഥിതിയിലെ കുറെ റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവരാണ് അവിടെ ക്ലാസ്സുകൾ പോകുന്നു. ഫുൾ പ്ലഡ്ജ് ആയിട്ടില്ല. പക്ഷെ ഇത്രം ഹെഡ്ക്വാർട്ടേഴ്സ് മാത്രം 120ൽ കൂടുതൽ ഏക്കറിൽ പരന്ന് കിടക്കുന്ന വലിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഒരു കൊല്ലത്ത് MA ഹിന്ദിക്ക് ഏകദേശം 12,000-ൽ കൂടുതൽ കുട്ടികൾ ഒരു കൊല്ലം
ഇഗ്നോയിൽ അഡ്മിഷൻ നേടുമ്പോൾ ഒരു 100-ൽ താഴെ കുട്ടികൾ, 120 കുട്ടികൾ മാത്രമേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ PMNOTS-ലൂടെ, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലൂടെ അഡ്മിഷന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇഗ്നോ വെരിഫൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ജില്ലാ കേന്ദ്രത്തിൽ പോയി നമ്മൾ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് വെരിഫിക്കേഷന് പോകണം. അതും വെരിഫിക്കേഷൻ നടത്തുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ ഏജൻസിൽ വർക്ക് ചെയ്യുന്ന ഓഫീസ് അസിസ്റ്റന്റുകളാണ് താങ്കളുടെ ഈ MA ഹിന്ദി പോലുള്ള വലിയ സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്. അവർക്ക് തന്നെ ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. PG ഇല്ലാത്ത കുട്ടികളാണ് ഈ അഡ്മിഷൻ വെരിഫിക്കേഷൻ നടത്തുന്നത്. അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അതിന്റെ സ്ട്രക്ചർ ഇപ്പൊ ജനിച്ചിട്ടല്ലേ ഉള്ളൂ, അതിന്റെ സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ TC എല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. ഇഗ്നോയ്ക്ക് TCയുടെ ആവശ്യമൊന്നുമില്ല. അത് 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇഗ്നോയുടെ അഡ്മിഷൻ കൺഫേം ധരിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ സിലബസിന്റെ കാര്യവും കരിക്കുലത്തിന്റെ കാര്യവും ഈ വീഡിയോയിൽ താങ്കൾക്ക് നൽകുന്നത്. ഇഗ്നോയില് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് 4 പേപ്പർ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് MHT2, MHD3, MHT4, MHD6 എന്നുള്ള 4 പേപ്പർ മാത്രമേ ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ടതുള്ളൂ. സെക്കൻഡ് ഇയറിൽ നമുക്കിവിടെ കണ്ടാൽ അറിയില്ല, പ്രഥമ വർഷ, 1-ാം വർഷം. പിന്നെ അനിവാര്യ പാഠ്യക്രമം ഏതൊക്കെയാണ് എന്ന് ഇവിടെ കൃത്യമായിട്ട് അതിൽ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. 1-ാമത്തെ വർഷം, 2-ാമത്തെ വർഷം, ഇവിടെ ദ്വിതീയ വർഷ, പ്രഥമ വർഷ. അതിൽ നിർബന്ധമായി 1-ാം വർഷത്തിൽ 4 പേപ്പർ, 2-ാം വർഷത്തിൽ 4 പേപ്പർ. അത് മാത്രമേ നമ്മൾ ഇഗ്നോയിൽ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ മൊത്തം 2 സെമസ്റ്ററിനും കൂടി വെറും 4 പേപ്പർ പഠിച്ചാൽ മതി. എന്നാൽ നമ്മെ ശരിക്കും വിഷമിപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതിന്റെ സിലബസിൽ തന്നെ 4-5 പേപ്പർ പരീക്ഷ എഴുതണം. സെക്കൻഡ് സെമസ്റ്ററിൽ 1, 2, 3, 4, 5 പേപ്പർ പരീക്ഷ എഴുതണം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ 10 പേപ്പർ നമ്മൾ പരീക്ഷ എഴുതണം. ഇവിടെയാണെങ്കിൽ 4 പേപ്പർ മാത്രം മതി. സെക്കൻഡ് ഇയറിലാണ് എങ്കിൽ അവിടെ 4 പേപ്പർ ഇഗ്നോയിൽ ചെയ്താൽ മതി. ഇവിടെ 1, 2, 3, 4, 5 പേപ്പർ സെക്കൻഡ് ഇയറിൽ, 1-ാമത്തെ സെമസ്റ്ററിൽ 1, 2, 3, 4, 5 എന്ന്. ഇതിനൊക്കെ എന്തിനാണ്, MA ഹിന്ദിക്കൊക്കെ എന്തിനാണ് ഡിസർട്ടേഷൻ അഥവാ പ്രോജക്റ്റ്? അത് നമുക്ക് അഡ്വാൻസ്ഡ് ആയി നമുക്ക് PhD എടുക്കുമ്പോഴല്ലേ പ്രോജക്റ്റും ഡിസർട്ടേഷന്റെയും ആവശ്യം വരുന്നുള്ളൂ. നിങ്ങൾക്ക് അത്രയും ഒരു റെഗുലർ കോളേജുകളിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അവർക്ക് വേറെ പ്രത്യേകിച്ച് മറ്റ് ഡ്യൂട്ടീസ് ഒന്നുമില്ല. അവർക്ക് ഭംഗിയായിട്ട് അതൊക്കെ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇത്തരത്തിൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിൽ ഇങ്ങനെ ഒരു ക്ലാസ്സുകൾ, ഇഗ്നോയിലെ ക്ലാസ്സുകൾ തീരുമാനിക്കേണ്ടത് സ്റ്റുഡന്റ് ആണ്. ചാനലിലൂടെ, ഫേസ്ബുക്ക് ക്ലാസ്സുകളിലൂടെ, യൂട്യൂബ് ക്ലാസ്സുകളിലൂടെ, അതുപോലെ തന്നെ PCP പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാമിലൂടെയും ക്ലാസ്സുകൾ തരുന്നുണ്ട്. ഞായറാഴ്ചയും നിർബന്ധമായും പോയിരിക്കണം. 75% അറ്റൻഡൻസ്, പീരീഡിലും അറ്റൻഡൻസ് എടുക്കുമ്പോൾ അവിടെ എന്ത് പഠന പ്രവർത്തനം നടത്തുന്നു? രേഖകൾ ശരിയാക്കുന്ന പരിപാടി അവിടെ നടത്തുന്നുണ്ട്, ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. കാരണം ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിന് സ്ഥിരമായ ഒരു സ്ഥായിയായ ഒരു അവസ്ഥ കിട്ടണമെങ്കിൽ രേഖകൾ ശരിയാക്കണം. അധ്യാപകരോ, ഇവിടെ വലിയ കോളേജുകളിലെ ഇഗ്നോയിലെ ലോകോത്തര നിലവാരമുള്ള കോളേജുകളിലെ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ഇവിടെ നാമമാത്രമായ ഫീൽ വരുന്ന അൺഎയ്ഡഡ് കോളേജിലെയും പിന്നെ കുറെ ഇവരെന്നൊക്കെ ചേർന്നിട്ട് കുറെ പേരൊക്കെയാണ് ക്ലാസ്സുകൾ തരുന്നത്. അങ്ങനെ ഫുൾ പ്ലഡ്ജഡ് ആയിട്ടുള്ള ഉണ്ട്. 1, 2 അധ്യാപകർ, നല്ല അധ്യാപകരുണ്ട്. ഇപ്പൊ MA മലയാളത്തില് എനിക്ക് തൃശ്ശൂർ സ്റ്റഡി സെന്ററിൽ തരുന്ന അധ്യാപകരില് 2 അധ്യാപകർ നല്ല മികച്ച നിലവാരം പുലർത്തുന്ന അധ്യാപകർ തന്നെയാണ്, 2 പേര്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് തൃപ്തികരമല്ല എന്ന് തന്നെ പറയാം. 2 അധ്യാപകർ, അതിൽ ചിലർ അഹങ്കാരികളാണ്. ചെറിയ ഒരു പോസ്റ്റിലൊക്കെ എത്തുന്നതിനുള്ളിൽ ഒരു MA മലയാളം പഠിപ്പിക്കാനോ ഒരു കുറെ ആളുകളുടെ മുമ്പിലേക്ക് വന്ന് ഞാൻ ഒരു അധ്യാപികയായി എന്നുള്ള മാറ്റം കാണുമ്പോൾ വളരെ വിഷമം തോന്നുകയാണ്. എന്താണ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് 100-ൽ 20 മാർക്കും 90 മാർക്ക് ഇഗ്നോയ്ക്കും ഞാൻ നൽകുന്നത്. പിന്നെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് സ്വീകാര്യത മാത്രമേ അഡ്മിഷൻ നടന്നിട്ടുള്ളൂ. അതിന്റെ സ്വീകാര്യതയെ പറ്റി പറയാൻ ഇനിയും ആയിട്ടില്ല. പക്ഷെ വളരെ താഴ്ന്ന നിലവാരത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുസ്തകം കെങ്കേമമാണ് കേട്ടോ.
അതിൽ പറയാതിരിക്കാൻ വയ്യ. കൃത്യമായി കഴിയുമെന്ന്. കാരണം കേരളത്തിലെ അധ്യാപകരായി വന്നിട്ടുള്ളവർ പൂർത്തീകരിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഇഗ്നോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 45 ദിവസം പരീക്ഷ നിൽക്കുമ്പോൾ പരീക്ഷ അവസാനിക്കുന്നതിന് മുമ്പേ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഡിസംബറിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 9-ാം തീയതി വരെ പരീക്ഷയുണ്ട്. പക്ഷെ തുടങ്ങിയ പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപന ഇവിടെ പരീക്ഷ എങ്ങനെ നടത്തണം എന്നുള്ള ഒരു വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മൂല്യനിർണയം എന്ന് പറയുന്നത് അസൈൻമെന്റ് എന്നുള്ള ഒരു വലിയ മാന്ത്രികമായ ഒരു സംഭവമാണ് ഇഗ്നോ ചെയ്യുന്നത്. വളരെ നടത്തുന്നു. ഇന്റേണൽ എക്സാമിനേഷന് വൈവ ഒസിയും ഉണ്ട്. വൈവ ഒസി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പഠനം ഒരു ഭാഗത്തായിരിക്കും, ചോദ്യോത്തരങ്ങൾ അവിടെ വേറെ. അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരുടെ വൈവ ഒസി ജീവിതത്തിൽ നടത്തിയിട്ടില്ലാത്തവരാണ് ഇവിടെ വന്ന പരീക്ഷ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ആ കോൺസെപ്റ്റിലാണ് നമുക്ക് ഇവിടെ വൈവ ഒസി, ഇന്റേണൽ ഇവാലുവേഷൻ നാമമാത്രമായ ഫീസ് മാത്രമേ ഇഗ്നോയിലുള്ളൂ. ഓവറോൾ നൽകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയേക്കാൾ ഒരു 100 മടങ്ങ് ഗുണപ്രദമാണ് ഇഗ്നോയിലെ. ആകെ 4 പേപ്പർ ഫസ്റ്റ് ഇയറും 4 പേപ്പർ സെക്കൻഡ് ഇയറും മാത്രം പഠിച്ചാൽ ഇഗ്നോയിലൂടെ നമുക്കൊരു MA ഹിന്ദി എടുക്കാം. പക്ഷെ ഇവിടെ ഫസ്റ്റ് ഇയറിലെ 10 പേപ്പറും സെക്കൻഡ് ഇയറിലെ 14 പേപ്പറും 24 പേപ്പർ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 8 എവിടെ കിടക്കുന്നു? 24 എവിടെ കിടക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.